അറ്റ്ലീസ്റ്റ് ഒന്ന് കുനിയുമ്പോൾ കൈ വെക്കായിരുന്നില്ലെന്ന് ചോദിച്ചു. എന്തിനാണ് കൈ വെക്കണേ? ഈ വീഡിയോ കാണുന്ന ആണുങ്ങൾക്കറിയാം, പെണ്ണുങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം ഇതെന്താണെന്നുള്ളത്, മുല എന്താണെന്നുള്ളത്. നമ്മൾ മുലയായി ചിന്തിക്കുമ്പോഴാണല്ലോ. ഇപ്പൊ ഈ കുനിഞ്ഞത് നമ്മുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കുക, നമ്മുടെ പെങ്ങന്മാരാണെന്ന് നമ്മൾ എങ്ങനെ നോക്കുക? അത് വേറെ വീട്ടിലൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ അത് അവിടെ സെക്സ്, അല്ലെങ്കിൽ അവിടെ വേറൊരു രീതിയിലാണല്ലോ. ഇപ്പൊ നമ്മുടെ അമ്മ പെട്ടെന്ന് കുനിഞ്ഞു, അമ്മയ്ക്ക് അത് കൈവയ്ക്കാൻ പറ്റിയില്ല, നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുക. പൊക്കി പിടിച്ച പെണ്ണുമ്പിളേനെ ഞാൻ നേരിട്ട് വന്ന് ഞാൻ എന്തായാലും കാണുന്നത്. എന്തായാലും വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ എഴുന്നള്ളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് അവരുടെ ശരീരത്തിൽ എന്തൊക്കെ അവയവങ്ങളാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. എന്ന് കരുതിയിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇമ്മാതിരി വിളിച്ചു കൂവത്തില്ല. പിന്നെ വേറെന്തായിരുന്നു പറഞ്ഞത്? വീട്ടിലെ അമ്മമാര് കുനിയില്ലേ, കുനിയുമ്പോൾ ഇങ്ങനെ കൈ വെക്കുമോ എന്ന് ചോദിച്ചില്ലേ? അപ്പം എനിക്ക് 2 ആമക്കളാണുള്ളത്, അതുകൊണ്ട് ഞാനൊരു അമ്മയാണ്. അപ്പം ഈ ഒരു ചോദ്യത്തിന് ഒരു അമ്മയായ എനിക്ക്, മക്കളുടെ അമ്മയായ എനിക്ക് ഇതിന് റിപ്ലൈ തരാൻ പറ്റും. അപ്പം എൻ്റെ മക്കൾ ഇപ്പോൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ അടിച്ചു വാരുകയാണെന്നുണ്ടെങ്കിൽ, അടിച്ചു വാരുമ്പോഴേക്കാണല്ലോ നമ്മൾ കുനിയേണ്ടത്. ഇപ്പോൾ അടിച്ചു വാരുകയാണ്, എൻ്റെ മകൻ അവിടെ ഇരിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ മക്കൾ അവിടെ ഇരിക്കുന്നു എങ്കിൽ ഞാൻ നോർമലി കൈ ഇങ്ങനെ വെക്കും. അത് ആരും പഠിപ്പിച്ച് വിടുന്നതല്ല, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിയോ ഇങ്ങനെ കൈ വെക്കണം എന്ന് വെച്ചിട്ടല്ല, ഓർക്കാതെ നമ്മുടെ കൈ ഇങ്ങനെ വന്നു പോകുന്നതാണ്. അതിനിപ്പോൾ മോൻ അവിടെ ഇരിക്കണം എന്നില്ല. ഇപ്പം നമ്മൾ മുറ്റത്ത് നിന്ന് മുറ്റമടിക്കുമ്പോൾ പോലും കൈ, അവിടെ ആരുമില്ലെങ്കിൽ പോലും കൈ ഇങ്ങനെ വരും. അത് സ്ത്രീകൾക്ക് പൊതുവേ ഉള്ളൊരു കാര്യമാണ്, സ്ത്രീകൾ പൊതുവേ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതാരും പറഞ്ഞ് പഠിപ്പിക്കുന്നൊന്നുമല്ല. കുറച്ച് മെച്യൂരിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ, നമ്മളൊരു സ്ത്രീയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം നമുക്ക് വന്നു ചേരുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ സാധനങ്ങളൊന്നും എടുത്ത് പുറത്തിട്ട് കാണിക്കാനുള്ളതാണെന്ന് ഒരു സ്ത്രീയും പറയത്തില്ല. ഒന്നും വെച്ച് പിടിപ്പിച്ചതല്ല, ജന്മനാ കിട്ടിയതാണ്. ഇനി വേറൊന്നും കൂടെ കേൾക്കാം, പറയുന്ന വേറൊരു വിചിത്ര വാക്കും കൂടെ നമുക്ക് കേൾക്കാം. വസ്ത്രത്തിന്റെ സിബൂരി പോയതാണോ? ഇതിന്റെ നെക്ക് ഇങ്ങനെയാണ്. ഇനിയിപ്പോ പറയും ഇത് ദീപ്തി ഇറക്കി വലിച്ചിട്ടുന്ന്. ഒരിക്കലും അല്ല, ഈ ഡ്രസ്സ് ഇങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഇതിന്റെ നെക്ക് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത്രയും ഡീപ്പായിട്ടുണ്ട്, ബാക്ക് കയറിയിട്ടാണ്. ഇത് ഞാനായിട്ട് വലിച്ചിട്ടതല്ല. ഇത് പിടിച്ച് പൊക്കി കൊണ്ടുവരാൻ നിൽക്കണ്ട. കാരണം ഈ ഡ്രസ്സ് ഇറങ്ങിയിരിക്കുന്നത് ഈ പറയുന്ന ഈ കുലസ്ത്രീകൾ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഡ്രസ്സാണ്, അവരുടെ ട്രാൻസിന് വേണ്ടി ഇറങ്ങിയ ഡ്രസ്സല്ല. എന്താ പറഞ്ഞേ? ഈ പറഞ്ഞ ഡ്രസ്സ് സ്ത്രീകൾക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ളതാണ്, അല്ലാതെ ട്രാൻസിന് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പൊ വാക്കിൽ തന്നെ ഉണ്ട് സ്ത്രീ അല്ല എന്ന്. സ്ത്രീകൾ വേറെ, ട്രാൻസ് വേറെ ആണെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. പിന്നെ ഈ ഡ്രസ്സിലേക്ക് വരാം. ഈ ചോദിക്കുന്നില്ലേ ഇത് ഇങ്ങനെ ഇടണോ ഇങ്ങനെ ഇടണോ എന്നൊക്കെ, ഏതാണ് ഭംഗി എന്ന് ചോദിക്കുന്നില്ലേ? അപ്പം ഭംഗി വെച്ചിട്ടല്ല ഡ്രസ്സ് ഇടുന്നത്. ഭംഗി നോക്കും, ഭംഗി മെയിനാണ്, ട്രെൻഡിനനുസരിച്ച് മാറും. പക്ഷെ എന്നാൽ പോലും കുറച്ച് വൈഡായിട്ടുള്ള കഴുത്താണെങ്കിൽ അതിനടിയിൽ ഒരു ഇന്നർ ഇടും. ആ ഒരു ഇന്നർ ഇടുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരം മറഞ്ഞു നിൽക്കും, ശരീരഭാഗങ്ങൾ മറഞ്ഞു നിൽക്കും. ഇത് ഫാഷന് വേണ്ടി മാത്രം ഇടുന്ന ഡ്രസ്സല്ല, നാണം മറയ്ക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത്. അപ്പോൾ ആ ഡ്രസ്സ് കുറച്ച് ട്രെൻഡിനൊപ്പം നമ്മൾ പോകുന്നു എന്നേ ഉള്ളൂ. കുറച്ച് ഫാഷനൊക്കെ ആവാം എന്ന് കരുതിയിട്ട് ശരീരം പുറത്ത് കാണിക്കാനുള്ള, ഇപ്പം അത് അല്ലാതെ ആ ഒരു സാധനം ഇട്ടില്ല, ഉള്ളിൽ ബ്രാ മാത്രം ഇട്ടാലും കുറച്ചുകൂടി ഭംഗിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ പൊതുനിരത്തിൽ അങ്ങനെയായിരിക്കും നടക്കുന്നത്. പക്ഷെ ഒരു സ്ത്രീകളും അങ്ങനെ നടക്കത്തില്ല. സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീകൾ ഒരിക്കലും അങ്ങനെ നടക്കത്തില്ല, അല്ലാത്തവർ നടക്കും. ഈ വെച്ച് പിടിപ്പിച്ച ആൾക്കാർക്ക് ഇത് പുറത്ത് കാണിക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. കാരണം ഇത്രയും നാളും ഇല്ലാതിരുന്നൊരു സാധനം നമുക്ക് കിട്ടുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാൻ നമുക്കൊരു ത്വര വരും, ത്വര. അപ്പോൾ ആ ഒരു ത്വരയാണ് നിങ്ങളൊക്കെ ഈ കാണിച്ചുകൊണ്ട് നടക്കുന്നത്. സ്ത്രീകൾക്ക് ആ ഒരു ത്വരയില്ല. കാരണം എന്താ? അവർക്ക് ജനിച്ചപ്പോഴേ കിട്ടിയതാണ്. അവർ ഓരോരോ ഏജ് വരുന്നതനുസരിച്ച് അവരുടെ ശരീരഭാഗങ്ങൾക്ക് വളർച്ച വരും. അവർക്ക് ജന്മനാ കിട്ടിയിട്ടുള്ളതാണ് അവരുടെ ശരീരത്തെ ഓരോ അവയവങ്ങളും. വെച്ച് പിടിപ്പിക്കാത്തത് കൊണ്ട് അവർക്ക് അതിനകത്ത് അത്ഭുതമോ ഒന്നും തോന്നത്തില്ല. ഈ വെച്ച് പിടിപ്പിച്ചവർക്കാണ് ഇത് എനിക്ക് എത്രയൊക്കെ ഉണ്ടല്ലോ, എനിക്കിവിടെ ഇങ്ങനെ ഉണ്ട്, എൻ്റെത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഈ പറഞ്ഞ ത്വര ഉള്ളത്. അപ്പൊ ആ ത്വര കൊണ്ടാണ് ഈ വന്നിരുന്ന് ഈ വിവരക്കേട് ഇങ്ങനെ വന്ന് വിളിച്ച് പറയുന്നത്. പിന്നെ ആള് പുലിയാണ് കേട്ടോ, പേര് പറയാൻ പാടില്ല, വീഡിയോ കാണിക്കാൻ പാടില്ല. പക്ഷെ ഈ വക കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും വന്ന് വിളിച്ച് പറയാം. പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രം പറയാം, സ്ത്രീകളെക്കുറിച്ച് പറയണ്ട. അപ്പൊ ദീപ്തി കല്യാണിയോട് ഒരു കാര്യം കൂടെ പറയാം. ഈ എൻ്റെ വീഡിയോ എൻ്റെ അനുവാദമില്ലാതെ എടുത്തു, എൻ്റെ പേര് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പബ്ലിക് ചെയ്യുന്ന വീഡിയോ ആണ്. ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ, അതും സ്ത്രീകളെക്കുറിച്ച് ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ വിളിച്ച് പറയുമ്പോൾ സ്ത്രീകൾ ചിലപ്പോൾ പ്രതികരിച്ച് പോകും. അങ്ങനെയുള്ള പ്രതികരണം കേൾക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ വിളിച്ച് പറയരുത്. നിങ്ങൾ ശരിക്കും സ്ത്രീ ആകാൻ ആഗ്രഹിച്ച് സ്ത്രീ ആയതാണെങ്കിൽ ഒരിക്കലും ഇതുപോലെ പ്രദർശനങ്ങൾ കാണിക്കുകയും സ്ത്രീയെക്കുറിച്ച് ഇതുപോലെ വൾഗറായിട്ട് സംസാരിക്കുകയും ഒന്നും ചെയ്യത്തില്ല. സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ സ്ത്രീ ജന്മം പുണ്യജന്മം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഞങ്ങൾക്ക് സ്ത്രീ ജന്മം പുണ്യജന്മം തന്നെയാണ്. ഞങ്ങളുടെ ശരീരം ഒരിക്കലും ഒരു സമൂഹ മാധ്യമങ്ങളിൽ ആൾക്കാർക്ക്, ആഭാസന്മാർക്ക് കാണാനും ആസ്വദിക്കാനും വിട്ടുകൊടുക്കാനുള്ള ഒരു മെറ്റീരിയൽ അല്ല.